വണ്ടൂരിന്റെ മധുര സ്വപ്നങ്ങൾക്ക് വിസ്മയിപ്പിക്കുന്ന രുചിവൈവിധ്യങ്ങളുമായി സെയിന്റ് ബേക്കൻ സ്വീറ്റ്സ്, കാളികാവ് റോഡ്, വണ്ടൂർ. ഫോൺ 9656781415. കൃഷിയുടെ നല്ല പാഠവുമായി അരനൂറ്റാണ്ട് പിന്നിട്ട് ബേബിച്ചേട്ടൻ. ചാലിയാർ പഞ്ചായത്തിലെ 6-ാം ബ്ലോക്കിലെ കരോട്ട് കിഴക്കേൽ ബേബിച്ചേട്ടനാണ് തൻ്റെ കൃഷിയിടത്തിൽ പൊന്നു വിളയിക്കുന്നത്. 70ന്റെ നിറവിലും നേട്ടങ്ങളുടെ കഥകളാണ് ഈ കർഷകന് നമ്മളോട് പറയാനുള്ളത്. കാർഷിക മേഖല പലവിധ പ്രതിസന്ധികൾ നേരിട്ടപ്പോഴും സമ്മിശ്ര കൃഷിയിലൂടെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞുവെന്നും ഈ കർഷകൻ പറയുന്നു. 1975-76 കാലഘട്ടത്തിലാണ് ബേബിയുടെ കുടുംബം തെക്കൻ കേരളത്തിൽ നിന്നും ഇവിടേക്ക് എത്തിയത്. ആദ്യം നെല്ല്, കപ്പ, വാഴ, കുരുമുളക്, ഇഞ്ചി കൃഷിയിലാണ് ശ്രദ്ധ നൽകിയത്. കുറഞ്ഞ കാലയളവിൽ വിളവെടുക്കാനും അതിലൂടെ ഒരു വരുമാനം കണ്ടെത്താനുമായിരുന്നു അത്. പിന്നീട് റബ്ബർ, തെങ്ങ്, കവുങ്ങ് കൃഷികൾക്ക് കൂടി തൻ്റെ കൃഷിയിടത്തിൽ ഇടം നൽകി. കാപ്പിക്കും കൊക്കോയ്ക്കുമൊപ്പം വാനിലയും ജാതിയും കസ്തൂരിമഞ്ഞളും വാഴയും മാവുകളും അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ ഇല്ലാത്തതായി ഒന്നുമില്ല. രാവിലെ 8 മണിക്ക് കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്ന ബേബിച്ചേട്ടനോടൊപ്പം ഭാര്യ ഗ്രേസിയുമുണ്ട്. കൃഷി കഴിഞ്ഞ അരനൂറ്റാണ്ട് തങ്ങൾക്ക് നൽകിയത് നേട്ടങ്ങളാണെന്ന് ഇവർ പറയുന്നു. ഞാൻ കൃഷിയിൽ ഇറങ്ങിയിട്ട് ഒരു 10-50 വർഷത്തിനടുത്തായി. കൃഷി ആദായമാണ്, പക്ഷേ നമ്മൾ സ്വന്തം ചെയ്യാനുള്ളൊരു മനസ്സും വേണം. പിന്നെ കാർഷിക മേഖലയിൽ ഇപ്പോഴത്തെ തരത്തിൽ ഈ മലയോര മേഖലയിലുള്ളത് വന്യമൃഗങ്ങളുടെ ശല്യമാണ്. അതിനുള്ളൊരു പ്രതിവിധി ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സഹകരണം കിട്ടുന്നില്ല. പദ്ധതികൾ പലതും പറയുന്നുണ്ട്. അവരവർ തന്നെ സ്വന്തമായിട്ട് ഫെൻസിങ് ഒക്കെ ചെയ്ത്, അതും ആനയൊക്കെ വന്നു കഴിഞ്ഞാൽ തട്ടിമറിച്ച് കളഞ്ഞൊക്കെ പോകും. പിന്നെ ചെറിയ മൃഗങ്ങളുടെയൊക്കെ ശല്യത്തിൽ നിന്നൊരു പരിധിയിലൊക്കെ പിടിച്ചു നിൽക്കുക. കുരങ്ങിന് മലയെണ്ണാനാണ് ഒരു രക്ഷയില്ലാത്തത്. പ്രധാനമായിട്ട് തെങ്ങാണ് മെയിനായിട്ട്. അതിൻ്റെ ഇടവിളയായിട്ട് ജാതി, കൊക്കോ, കുരുമുളക്, കമുകൊക്കെ മകാട് പിടിച്ചു പോയി. കമുക ഉണ്ടായിരുന്നു. ഇപ്പം പൊതുവിൽ ഇപ്പം ന്യായമായിട്ട് പറഞ്ഞാൽ എല്ലാ കൃഷിക്കും അത്യാവശ്യം വിലയുണ്ട്. മറ്റേ കൊക്കോയാണ് മെയിനായിട്ട് നമുക്ക് ആദായം തരുന്നത്. കൂലിച്ചെലവ് കുറവുള്ളത്, കൃഷിക്കാർക്ക് തന്നെ എടുക്കാവുന്ന ഒരു നല്ലൊരു വരുമാനമാണ് അത്. കാർഷിക വിളകൾക്ക് നല്ല വില ലഭിക്കുമ്പോഴും ഇവർക്ക് മുന്നിൽ പ്രതിസന്ധിയായി നിൽക്കുന്നത് വന്യമൃഗശല്യമാണ്. എല്ലായിടത്തും കാട്ടാന ശല്യമാണ് പ്രധാന പ്രതിസന്ധിയെങ്കിൽ ബേബിച്ചേട്ടൻ്റെ കൃഷിയിടത്തിൽ നാശം വിതയ്ക്കുന്നത് വാനരന്മാരും മലയണ്ണന്മാരുമാണ്. കൃഷിയെ അറിയാനും നമ്മുടെ കൃഷികളെ വീണ്ടും സജീവമാക്കാനും പുതുതലമുറയ്ക്ക് മാതൃകയാണ് ഈ കർഷകനും കൃഷിയിടവും. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ. സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനിറിയ സമ്മാനങ്ങൾ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ. 7012945198.